ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ഇന്നിപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ ജനനായകൻ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എച്ച് വിനോദിന്റെ മേൽക്കോയ്മയിൽ ഒരു പൂർണ്ണമായ മാസ് എന്റർടൈനറും അതേസമയം ശക്തമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവുമുള്ള ചിത്രമായാണ് ജനനായകൻ ഒരുക്കിയിരിക്കുന്നത്. നീണ്ട വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന വിജയിയുടെ ദളപതി വെട്രിക്കൊണ്ടാൻ എന്ന മാസം ക്ലാസും ഒത്തുചേർന്ന പ്രധാന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ജയിൽ മോചിതനായ ഉടനെ ജീവിതത്തിന്റെ അപ്രതീക്ഷിതവും പ്രതിസന്ധി നിറഞ്ഞതുമായ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ തന്റെ സ്വന്തം മകളെ പോലെ എടുത്തു വളർത്തേണ്ടി വരുന്ന ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം വൈകാരികമായി അടിത്തറയിടുന്നത്. തുടർന്ന് തങ്ങളുടെ പഴയ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് സമാധാനമായി തിരികെ നടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ നാടിന്റെ തന്നെ നിലനിൽപ്പിന് എതിരായി ഭരണകൂടത്തിൽ നിന്നും ലോബികളിൽ നിന്നും ഒക്കെ നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയിലേക്കും പ്രശ്നങ്ങളിലേക്കും വിജയുടെ കഥാപാത്രവും ആ പെൺകുട്ടിയും തികച്ചും യാദൃച്ഛികമായി ചെന്നെത്തപ്പെടുന്നതാണ് സിനിമയുടെ പ്രധാന കാതൽ. അവിടെ നിന്നും അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ നായകനായി അല്ലെങ്കിൽ ഒരു ജനനായകനായി അദ്ദേഹം മാറുന്ന മാസ് നിമിഷങ്ങളാണ് പിന്നീട് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ വിജയോടൊപ്പം മലയാളത്തിന്റെയും തമിഴിന്റെയും മുൻനിര താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. യുവതാരമായ മമിത ബൈജുവിന്റെ സ്വാഭാവികമായ പ്രകടനവും നായികയായി എത്തുന്ന പൂജ ഹെഗ്ഡെയുടെ ഗ്ലാമർ പെർഫോമൻസും ശക്തമായ പോലീസ് ഔദ്യോഗിക വേഷത്തിലെത്തുന്ന നരേന്റെയും പ്രിയാമണിയുടെയും കൈയടക്കമുള്ള അഭിനയവും അതുപോലെ തന്നെ വില്ലൻ വേഷത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ബോബി ഡിയോളിന്റെ പ്രകടനവുമെല്ലാം ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇവർ ഓരോരുത്തരും തങ്ങളുടെ കഥാപാത്രങ്ങളെ വളരെ കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വിജയ് നായകനായി എത്തുന്ന അവസാന സിനിമ ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഓരോ ഫ്രെയിമിലും അദ്ദേഹത്തെ കാണിക്കുന്ന മൊമെന്റ്സിൽ ആരാധകർക്ക് വൻ ഗൂസ്ബംസ് അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ തിയേറ്ററിനെ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരപ്പറമ്പാക്കി മാറ്റാനുള്ള എല്ലാ വിഭവങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. തിയേറ്ററുകളിൽ ഫാൻസിനെ ആർമാദിക്കാനും ആഘോഷിക്കാനും പറ്റിയ കിടിലൻ ആക്ഷൻ സീക്വൻസുകളും മാസ് ഡയലോഗുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ജനനായകൻ. ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. എക്കാലത്തെയും പീക്ക് ലെവൽ വർക്കാണ് അനിരുദ്ധിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സിനിമയുടെ ഇമോഷൻസിനെയും ആവേശത്തെയും പീക്കിലെത്തിക്കാൻ അനിരുദ്ധിന്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിക്കുന്നുണ്ട്. തിയേറ്റർ ഇളക്കി മറിക്കുന്ന അനുഭവം നൽകാൻ ഈ സംഗീതം ഒരുപാട് സഹായിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് അതിമനോഹരമായ ക്യാമറ വർക്ക്. സിനിമയുടെ ലൊക്കേഷനുകളുടെ വിഷ്വൽ ഭംഗിയും ഓരോ ആക്ഷൻ ബ്ലോക്കുകളും ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും മാസ് സ്വഭാവത്തെ പൂർണ്ണമായും സിനിമയിൽ ഉയർത്തി കാട്ടുന്നുണ്ട്. ചില രംഗങ്ങളിൽ VFXൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ സിനിമയുടെ വലിയ ക്യാൻവാസിനെയോ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന എന്റർടൈൻമെന്റിനെയോ ബാധിക്കുന്നില്ല. മാത്രമല്ല പ്രിയപ്പെട്ട വിജയുടെ അവസാന ചിത്രമായതുകൊണ്ട് ആ ഒരു ചെറിയ വിഷ്വൽ കുറവുകളൊന്നും പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു നെഗറ്റീവായി ഫീൽ ചെയ്യുന്നതേയില്ല. ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തിയേറ്റർ സീറ്റുകളിൽ നിന്ന് കണ്ണെടുക്കാതെ മുഴുനീള ആർപ്പുകളികളോടെ വിജയെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഒറ്റ ചിത്രത്തിലൂടെ അണിയറ പ്രവർത്തകർ സമ്മാനിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ വിജയ് സിനിമ എന്ന് കരുതി കാണുന്നവർക്ക് ജനനായകൻ അത്ര മോശം സിനിമയായി തോന്നില്ല. അതിനാൽ തന്നെ അധികം പ്രതീക്ഷകളൊന്നും നൽകാതെ ഈ ഒരു ചിത്രം കാണാൻ ശ്രമിക്കുക. ജനനായകന് നമ്മൾ നൽകുന്ന റേറ്റിംഗ് 3 out of 5.